ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി എഗ്ലെസ് വാനില കേക്കും നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ആപ്പിളും ആണ്. അപ്പം എഗ്ലെസ് വാനില കേക്ക് ഫിൽ വിത്ത് ഗ്രീൻ ആപ്പിൾ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക 180 ഡിഗ്രി സെൽഷ്യസിൽ. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ. പിന്നെ നമുക്ക് ഒരു 8 ഇഞ്ചിന്റെ 2 കേക്ക് ടിൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ടിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പം പിന്നെ ഒരു അരിപ്പയിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പും മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ മെഷർമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിലായി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഉപ്പ്, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ്. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടെ ഇതെല്ലാം ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം എപ്പോഴും ബേക്കിംഗ് സോഡയിൽ എപ്പോഴും കട്ടയുണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ചലിച്ചെടുക്കണം. നല്ല നമുക്ക് നല്ല സോഫ്റ്റ് സ്മൂത്ത് ബാറ്ററും വരുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ചലിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം ആ കട്ടയുണ്ടെങ്കിൽ അതിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് ചലിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വരും പൊടി. ഓക്കെ, ഇപ്പോൾ എക്സസ് ഉള്ളത് വേണമെങ്കിൽ തട്ടിക്കളയാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എല്ലാവിടെയും ആവണം. അപ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് നടുവിലൊരു കുഴി ഉണ്ടാക്കണം. അതിലേക്ക് വേണം നമുക്ക് ലിക്വിഡ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാല്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും. ഇതിൽ മുട്ടയില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തൈര്, അതും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം അതേ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഞാൻ ഒരു 1/2 കപ്പ് വെണ്ണ ഉരുക്കി വെച്ചിട്ടുണ്ട്. മീൻസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്താൽ മാത്രം മതി, അതും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില കേക്കല്ലേ, അപ്പോൾ വാനില എസൻസ് വേണം. 1 ടീസ്പൂൺ വാനില എസൻസും. ഇനി ചെയ്യേണ്ടത് എന്താണ്, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഞാൻ എൻ്റെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകണം. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഓവർലി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് ബീറ്റ് ചെയ്താൽ നമുക്ക് കേക്ക് ഭയങ്കര ടഫായി പോകും, ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കേക്ക് ടീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഞാൻ 2 കേക്ക് ടീൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കേക്ക് ടീനിലോട്ടും ഞാൻ ഇത് 2ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്ക് ടീനിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേക്ക് ടീനിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ടുണ്ട്, ഒരു ഹാഫ് ഒഴിച്ചു. എന്നിട്ട് സ്പാച്ചില കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ വരണം. ഒരു ഭാഗത്തും പൊങ്ങിയും താഴ്ന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോൾ ഒരു ഭാഗത്ത് പൊങ്ങിയും താഴ്ന്നും ഇരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഒരു ടക്ക് 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 ഒരു ശബ്ദം വരുന്നവരെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ അതേമാതിരി തന്നെ മറ്റേ കേക്ക് ടിന്നിലേക്കും ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കേക്ക് ടീൻ രണ്ടാമത്തെ കേക്ക് ടീൻ ഞാൻ കൊക്കോ പൗഡർ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ കേക്ക് ടീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീഹീറ്റായി. ഞാൻ കേക്ക് ബേക്ക് ചെയ്തു വന്നിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് അത്രയും മതിയാവും. എന്തായാലും ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കണം. എന്നാലേ അതിൽ ബാറ്റർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നുള്ളതാണ് അർത്ഥം. കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാനൊരു നൈഫ് കൊണ്ട് സൈഡിലെല്ലാം ഒന്ന് വരഞ്ഞു കൊടുത്തു. കേക്ക് ഈസി ആയിട്ട് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ അതിലോട്ട് അല്ലെങ്കിൽ പ്ലേറ്റിലോട്ടോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. എന്നിട്ട് മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ഈസി ആയിട്ട് വിട്ട് വരും. പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ കേക്ക് ടീൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയതുകൊണ്ട്
ഈസി ആയിട്ട് കേക്ക് വിട്ട് വരും. കണ്ടില്ലേ, കേക്ക് നന്നായി വന്നിട്ടുണ്ട്, നന്നായി ബേക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല മോയിസ്റ്റ് കേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീം വെക്കണം. ഫില്ലിംഗ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഗ്രീൻ ആപ്പിൾ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നടുവിൽ. പിന്നെ കുറച്ച് മേലെ ഡെക്കറേറ്റ് ചെയ്യാനും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ കേക്ക് ആദ്യം ഒന്ന് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോകണം ഒരു 10 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ കേക്കിലോട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കേക്ക് നല്ല കൂളായിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഒറ്റിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം, എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഈസി. അപ്പം ഞാൻ താഴത്തെ ലെയറിൽ മാത്രമേ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ കേക്കിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, വിപ്പിംഗ് ക്രീമിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ടോപ്പ് ലെയറിൽ മാത്രമേ ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആ കേക്ക് ഒന്ന് മോയിസ്റ്റ് ആവാൻ വേണ്ടി മാത്രം ടോപ്പ് ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊന്ന് സെറ്റായിക്കോട്ടെ. ഒരു 10 മിനിറ്റ് വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ അതൊന്ന് ഇരിക്കട്ടെ, വീണ്ടും ഒന്ന് ഷുഗർ സിറപ്പൊക്കെ വലിച്ചെടുത്തിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് വിപ്പിംഗ് ക്രീമായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയതാണ്. വിപ്പിംഗ് ക്രീമായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മിൽക്കി മിസ്റ്റ് അല്ലേ, മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ഒരു 30 to 40% ഫാറ്റ് കണ്ടന്റ് ഉള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് നമുക്ക് വിപ്പ് ചെയ്താലും ഇതേമാതിരി നല്ല വിപ്പായിട്ട് വരും. ഓക്കെ, അപ്പം അതിലോട്ട് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമായിട്ട് തന്നെ വാങ്ങിയതാണ്. ഇതിലോട്ട് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, വിപ്പിംഗ് ക്രീം എപ്പോഴും തണുത്തിരിക്കണം, ഫ്രിഡ്ജിൽ വെച്ചെടുത്തത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പോൾ വെണ്ണയായിട്ട് പോവും. അതുകൊണ്ട് എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കണം, ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 5-6 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരും. അതായത് നമ്മൾ ആ ബീറ്റർ ഉയർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യണം, താഴ്ന്നു പോകരുത്. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. മാക്സിമം ആണ് 10 മിനിറ്റ്. ഇപ്പോൾ കണ്ടില്ലേ, വിപ്പിംഗ് ക്രീം നന്നായി ഡബിൾ സൈസായിട്ട് നന്നായി വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു, മോയിസ്റ്റൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2-3 വലിയ സ്കൂപ്പ് ഞാൻ വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യാണ്. അപ്പോൾ ഒരു സ്പൂൺ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേക്ക് നൈഫ് ഉണ്ട്, ഇത് സ്പ്രെഡ് ചെയ്യേണ്ട ഒരു നൈഫ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവൽ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തിക്നെസ് നമ്മുടെ ഇഷ്ടമാണ്, തിൻ ലെയർ മതിയെങ്കിൽ തിൻ ലെയർ സ്പ്രെഡ് ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യം നല്ല കേക്കിൽ നല്ല തിക്ക് ലെയർ വേണം എനിക്ക്. അപ്പോൾ ഞാൻ നല്ല തിക്ക് ലെയറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചുറ്റും കുറേയൊക്കെ പുറത്ത് പോകും, അത് സാറില്ല, നമുക്ക് ലാസ്റ്റ് അത് സ്ക്രേപ്പ് ചെയ്ത് മാറ്റാം. കണ്ടോ ഞാൻ ചെയ്യണത്, കണ്ടല്ലോ, ഒരേപോലെ ഫ്ലാറ്റ് നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേലെ ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചത്, കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്ത് വെച്ചാണ്, കുറച്ച് നേരം കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, അത് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എനിക്ക് ആ സിട്രസ് ടേസ്റ്റ് വരണ്ട, ഗ്രീൻ ആപ്പിളിൻ്റെ ആ സ്വീറ്റ്നെസ്സും അതിൻ്റെ സോർനെസ്സും മാത്രം മതി, ഒരുപാട് പുളിപ്പ് വേണ്ട. അതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. അതെല്ലാവിടേക്കും ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും എവിടെയും പൊങ്ങിയും താഴ്ന്നു ഇരിക്കരുത്. ഇപ്പോൾ കേക്കും അതേപോലെ ആവും ലാസ്റ്റ്. എന്നിട്ട് ടോപ്പ് ലെയർ ഞാൻ ആഡ് ചെയ്തു, അതേമാതിരി തന്നെ ഡിമോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ആ നൈഫ് ഒന്ന് തുടച്ചിട്ട് സൈഡിൽ ആ എക്സസ് കിടക്കുന്ന എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ തന്നെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ മൊത്തം കേക്കും കവർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മോയ്സ്ചറും അതേമാതിരി തന്നെ അതിൻ്റെ കേക്കിൻ്റെ പൊടിയൊക്കെ വീടുന്നൊക്കെ നിന്നോളും.
അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും എക്സ്ട്രാ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മേലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് കേക്ക് മൊത്തം ഇതേമാതിരി കവർ ചെയ്തെടുക്കണം. കണ്ടിട്ടില്ലേ, കേക്ക് മൊത്തം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ പുറത്തെല്ലാം കണ്ടിട്ടുണ്ടാവും ബേക്കറികളെല്ലാം. അതേമാതിരി ടോപ്പ് ലെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞു, എല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡും അതേമാതിരി ലെവൽ ചെയ്യണം. ഇത് കേക്ക് ഡെക്കറേഷൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് വേറൊരു എപ്പിസോഡായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, കേക്കിൻ്റെ ബേസിക്സ് വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അപ്പം ഞാൻ അതിൻ്റെ സൈഡും ഒക്കെ ക്രീം വെച്ചിട്ട് കവർ ചെയ്യാണ്. ഞാൻ പറഞ്ഞ മാതിരി തിക്നെസ് എല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. തിൻ ലെയർ, ചിലവർ തിൻ ലെയർ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ചിലവർ തിക്ക് ലെയർ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പം അതൊക്കെ പിന്നെ ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടം കൂടെ. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി അതിലേക്ക് ഒരു സ്റ്റാർ ടിപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു കുഞ്ഞു കുഞ്ഞു റോസറ്റ്സ് അല്ലെങ്കിൽ റോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ഒരു സൈഡിൽ ചുറ്റും. ഞാൻ മേലെയും ഗ്രീൻ ആപ്പിൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേലെയും ഞാൻ ഗ്രീൻ ആപ്പിളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നോസിൽസ്, ഐസിങ് നോസിൽസ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പണികളൊക്കെ, ഡെക്കറേഷൻ പണികളൊക്കെ ഈസിയാണ്. ഇതെല്ലാം ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഈസി ആയിട്ട് വഴങ്ങുള്ളൂ കേട്ടോ. ഞാൻ മേലെ കുറച്ച് ഗ്രീൻ ആപ്പിളിൻ്റെ സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസിലൊക്കെ ഒരു ചെറി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ ആപ്പിളിൻ്റെ കുറച്ചുകൂടെ വലിയ സ്ലൈസാണ് കട്ട് ചെയ്തിട്ട് വയ്ക്കുന്നത്. നമ്മുടെ ഗ്രീൻ ആപ്പിൾ വാനില കേക്ക് അല്ലേ. ഇപ്പം ഞാൻ ആ റോസിൽ കൂടെ വലിയ വലിയ സ്ലൈസസ് ഗ്രീൻ ആപ്പിൾ വെക്കുകയാണ്. ആ ഒരു നല്ല മധുരമുണ്ട് കേക്ക്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. കേക്കിന് വേണ്ട മധുരമുണ്ട്. ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ആ പുളിപ്പും അതിൻ്റെ ഒരു മധുരവും ചേർന്ന് വരുമ്പോൾ കേക്ക് അടിപൊളിയായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് മോയിസ്റ്റ് കേക്കാണ്, പറയാൻ എഗ്ലെസ് ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി കട്ട് ചെയ്തിട്ട് ഞാനൊരു ചെറിയൊരു പീസ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ള മിഡിൽ ലെയറും ഒക്കെ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡിയായി. ഇനി സ്ലൈസ് ചെയ്യുക, കഴിക്കുക, സെർവ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. കണ്ടോ, കേക്കിൻ്റെ മിഡിൽ ലെയർ കാണുന്നുണ്ടോ? അതിൽ ക്രീമും ആപ്പിൾസും ഒക്കെ കാണുന്നുണ്ട്. ക്യാമറ എത്ര പിടിച്ചെടുക്കണ്ടെന്നുള്ളത് അറിയില്ല, പക്ഷെ കാണുന്നുണ്ട്. ഞാൻ അതേപോലെ ഒരു സ്ലൈസ് കൂടെ കട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ.